മോനെ കാർത്തികേ, ആ അമ്മ ഇപ്പൊ എന്തോ ചെയ്യാൻ പോകുന്നു നിനക്ക് മനസ്സിലായോ? പിന്നെ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കെട്ടി മല്ലൂസിങ് ആക്കും ഇതിന്. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഇത് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു സ്റ്റെപ്പ് കട്ടിങ് ഒക്കെ ചെയ്തതായിരിക്കും, ലെയർ കട്ട് സ്റ്റെപ്പ് കട്ട് ഒക്കെ ചെയ്ത ഒരു മുടി പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകണം. ആ ഫംഗ്ഷന് പോകണമെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ നമ്മളിതൊരു 3 സെക്ഷനായിട്ട് വീട്ടിലിരുന്ന് എടുക്കുന്നവർക്ക്, ഇപ്പൊ എനിക്കാണെങ്കിൽ ഒറ്റ സെക്ഷനിൽ പോകാം, പക്ഷെ വീട്ടിലിരുന്ന് എടുക്കാനായിട്ട് എളുപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു 3 സെക്ഷനായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇന്ന അളവൊന്നൊന്നുമില്ല, ഒരു 3 സെക്ഷനായിട്ട് എടുത്ത് കണ്ടേ അങ്ങ് അറ്റം വരെ 4 സെക്ഷനായ കുഴപ്പമില്ല, 4 ആയാലും 5 ആയാലും. പിന്നെ നമുക്കങ്ങ് ഒരുപാട് ഇപ്പം നമ്മൾ എളുപ്പ വഴി പറയുമ്പം അതിനകത്തൊരു വലിയ ഇതൊന്നും വേണ്ടതാ. ചുമ്മാ എടുത്ത് ഇങ്ങനെ ചുറ്റി അങ്ങ് വെക്കുക. ഒരുപാട് അങ്ങ് ചുറ്റരുത്, അങ്ങേ അറ്റം വരെ ചുറ്റേണ്ട കാര്യമില്ല. കാര്യം ഇത് നമുക്ക് അറ്റത്ത് മാത്രം മതി, ഫുള്ള് കേളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതാ. ഇതൊരു 60 സെക്കൻഡ് 60 വരെ എണ്ണി ലൂസാക്കി ഒന്ന് എന്തെങ്കിലും വെച്ചൊരു സ്ലൈഡ് വെച്ചാലും മതി നമുക്കിത്. ഞാനിപ്പോ അതൊരു പ്രൊഫഷണലി കാണിക്കുന്നു. അമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കും. ഈ ടോങ് എടുത്തിട്ട് എന്തിനാ അമ്മ എപ്പോഴും എല്ലാരും ഇങ്ങനെ ചുറ്റി വെക്കണം? എപ്പോഴും എങ്ങനെ ആലോചിക്കും? എപ്പോഴും അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞൂടാത്ത കണക്ക് ചോദിക്കല്ലേ കാർത്തിക. എല്ലാം ഒരു 60 സെക്കൻഡ്. ഈ റബ്ബർ ബാൻഡ് ഇതിനിടയ്ക്കൂടെ കയറ്റിയതാ, കട്ട് ചെയ്തതാ. ഇനി നിങ്ങൾ കണ്ടോണം. ഇത്ര സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് എനിക്കിഷ്ടം. ഇപ്പൊ അല്ലെങ്കിൽ വെളിയിൽ പോയി ഇപ്പൊ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ 300 തൊട്ട് 500, 600, 1000 രൂപ വരെ മേടിക്കും. 1500 രൂപ വരെയൊക്കെ ബ്ലോ ഡ്രൈ സെറ്റിങ്ങിന് മേടിക്കുന്നവരുണ്ട്. അപ്പൊ അതിനേക്കാൾ എളുപ്പമല്ലേ ഇത്? ആണോ? ഇഷ്ടപ്പെട്ടോ ജാസ്? അത്രേ ഉള്ളൂ. പാവ ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ പണികളായതുകൊണ്ട് ഒരു ഐഡിയ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ പോകുന്നു.